ഞാൻ ഡോക്ടർ ബിനിയ ബെത്സൈദ ഹോമിയോ ക്ലിനിക് കലൂർ. നമ്മളിപ്പോൾ സ്ഥിരമായി കേൾക്കുന്നതാണ് പെട്ടെന്നുള്ള ഹൃദയാഘാതം കൊണ്ടുള്ള മരണങ്ങൾ. പത്രത്തിലും ടി വിയിലും ഒക്കെ കാണുന്നതാണ് ഈ ഒരു അവസ്ഥ. പണ്ട് നമ്മൾ 60 വയസ്സിൽ കണ്ടിരുന്ന ഈ ഒരു അവസ്ഥ ഇപ്പോൾ അടുപ്പിച്ച്, അതായത് വളരെ ചെറുപ്പം ആളുകളിൽ തുടങ്ങി ഒരുപാട് പേർക്ക് കണ്ടുവരുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാണ്, എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം, അതിന്റെ കാരണങ്ങളും എങ്ങനെ നമുക്കതിനെ പ്രിവെന്റ് ചെയ്യാം, ഒഴിവാക്കാം എന്നതിനെ പറ്റിയുമാണ് ഇന്ന് മനസ്സിലാക്കി തരുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സഡൻ ആയിട്ടുള്ള ഡെത്തുകൾ അടുപ്പിച്ച് കാണുന്നത്? അതിന് ഒരു 8-10 റീസൺസ് ഞാൻ കറക്റ്റായിട്ട്, അതായത് 8-10 റീസൺ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ കാര്യങ്ങൾ നമ്മൾ പ്രിവെന്റ് ചെയ്താൽ തന്നെ, അതായത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു പ്രശ്നം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഏറ്റവും ആദ്യത്തെ കാര്യം, നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സാണ്. ഏതൊരാളെ എടുത്തു നോക്കിയാലും, ജോലിയിൽ സമയപരിധി, വീട്ടിലാണെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്ട്രെസ്. അപ്പൊ സ്ട്രെസ് നമ്മുടെ അഡ്രിനാലിനെയും അതേപോലെ തന്നെ കോർട്ടിസോളിനെയും കൂട്ടുന്നു. അഡ്രിനാലിൻ എന്ന് പറയുമ്പോഴത്തേന് നമുക്കറിയാൻ പറ്റും, നമുക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിലും നമുക്ക് മുന്നിലെത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ്, അതാണ് പറയുന്നത്, നമ്മുടെ മൈൻഡ് ഇപ്പോൾ പണ്ടത്തേതിലും വളരെ കോംപ്ലക്സ് ആയിട്ട് ഓരോ പേഷ്യന്റിന്റെ മനസ്സും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ ഇത്രയും ഇഷ്യൂസിലൂടെ നമ്മൾ സമയത്തിന് കഴിയണം, ഇത് ചെയ്യണം, പ്രൊജക്റ്റ് ചെയ്യണം, ഇപ്പൊ ഇത്ര സാലറി കിട്ടി അതിലും മുകളിലോട്ട് കയറണം, ഇങ്ങനെ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് തന്നെ സ്ട്രെസ് എപ്പോഴും കൂടെ നിൽക്കുന്നു. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, അതിന്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു തരികയാണ് എങ്ങനെ നമുക്കിത് ഒഴിവാക്കാം എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നത്, നമുക്ക് യോഗ, മെഡിറ്റേഷൻ, എക്സർസൈസ്, ഇങ്ങനെ എന്ത് വേണമെങ്കിൽ. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഈ 24 hours 1 മണിക്കൂറെങ്കിലും സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇരുന്നു കൊണ്ടുള്ള ജീവിതശൈലി. എപ്പോഴും ഇരിപ്പാണ്. ജോലിയിൽ എല്ലാ സമയവും നമ്മൾ രാവിലെ 8 മണിക്കൂർ പഞ്ചിങ് ഉള്ള ഒരാളാണെങ്കിൽ 8 മണിക്കൂറും പിന്നെ ഒരു 2 മണിക്കൂർ എക്സ്ട്രാ വർക്കും ആയിട്ട് നമുക്ക് പോകുന്നു. അപ്പൊ തന്നെ അത്രയും സമയം പോയി. തിരിച്ചു വന്നാൽ നമുക്ക് ഈ ഒരു മെന്റൽ വർക്ക് കൊണ്ടുള്ള സ്ട്രെയിൻ കൊണ്ട് നമ്മൾ പിന്നെയും ഇതിന് മീതെ നമ്മൾ TV കണ്ടോ ഫോൺ കണ്ടോ സമയം കളയുന്നു. അപ്പോഴും നമ്മൾ ഇരിപ്പോ കിടപ്പോ എന്നുള്ള ഒരു അവസ്ഥയാണ്. ഒരിക്കലും നമ്മൾ ഫിസിക്കലി വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ പ്രിവെന്റ് ചെയ്യാം? നിർബന്ധമായിട്ടും ഒരു ദിവസത്തിൽ ഒരു 45 മിനിറ്റ്സ് മുതൽ 1 മണിക്കൂർ വരെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എക്സർസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് നടത്തോ അല്ലെങ്കിൽ സൂംബ, ഡാൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ആ സമയത്ത് ചെയ്യാം. പക്ഷേ നിർബന്ധമായിട്ടും നമ്മൾ ജീവിതശൈലിയിൽ എക്സർസൈസ് കൊണ്ടുവന്നിരിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉറക്കമില്ലായ്മ. ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഉറക്കമില്ല. കൂടുതലും US ടൈമിങ്സ് ഉള്ളവർക്കൊന്നും ശരിയായിട്ട് ഉറക്കം കിട്ടുന്നില്ല. ഇനി അതല്ലാതെ നമ്മൾ നോർമൽ ആയിട്ടുള്ള ആളുകളാണെങ്കിലും രാത്രിയിലാണ് കൂടുതലും ഇപ്പൊ ഹാങ് ഔട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ. എപ്പോഴും പുറത്ത് ആളുകളാണ്. ഇപ്പൊ എറണാകുളത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാത്രിയിൽ ഏത് പാതിരാത്രി നമ്മൾ പുറത്തിറങ്ങിയാലും ഇഷ്ടം പോലെ ആളുകളെ കാണാം. അപ്പൊ രാത്രിയിലാണ് കൂടുതലും എന്താ പറയുക, എല്ലാവരും ആക്റ്റീവായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറക്കത്തിന്റെ സൈക്കിൾ തെറ്റുകയും ഉറക്കമില്ലായ്മ എന്നൊരു അവസ്ഥ വരികയും ചെയ്യുന്നു. ഹൃദ്രോഗം വരാതിരിക്കാനായിട്ട് 7 മണിക്കൂറും 18 മിനിറ്റും ഒക്കെയാണ് വളരെയധികം സ്റ്റഡീസ് പറയുന്നത്. പക്ഷെ എന്നാലും അത്രയും ഒന്നും നോക്കിയില്ലെങ്കിൽ ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ നമ്മൾ ഉറക്കം കൃത്യമായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭക്ഷണ രീതിയാണ്. ഭക്ഷണ രീതിയിൽ ശരിയായിട്ട് പറഞ്ഞാൽ, നമ്മുടെ സമീകൃത ആഹാരം പാലിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാ തരത്തിലുള്ള പ്രോസസ്ഡ് ഫുഡ്, ഷുഗറി ഫുഡ്, പിന്നെ ജ്യൂസസ്, കൊക്കക്കോള തുടങ്ങിയ എല്ലാ ഭക്ഷണങ്ങളുമാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ബോഡി മാസ് ഇൻഡെക്സ് തെറ്റിക്കുന്നു. അതേപോലെ എല്ലാ തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും, കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ നേരത്തെ വരാനായിട്ട് കാരണമാകുന്നു. തുടർന്ന് നമുക്ക് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഭക്ഷണമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ആൽക്കഹോളിന്റെ ഉപയോഗം, പുകവലി. പുകവലി നമുക്കറിയാം നിക്കോട്ടിൻ നമ്മുടെ ശരീരത്തിൽ എത്തുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ആൽക്കഹോളും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണമാണ് നമ്മുടെ ഈ ആൽക്കഹോൾ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ അത് രണ്ടും നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ അതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പൊ ലഹരിയുടെ ഉപയോഗം കുട്ടികളിൽ വളരെയധികം പുതിയ തലമുറയിൽ കൂടി വരികയാണ്. അപ്പൊ ഈ ഒരു ലഹരി ഉപയോഗവും നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ടുള്ള നിർജ്ജലീകരണം, പിന്നെ നമ്മുടെ ഈ ടോക്സിൻസിന്റെ അടിഞ്ഞുകൂടലുമാണ് ഉണ്ടാകുന്നത്.
അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ അത് മാക്സിമം നിങ്ങൾ ഒന്നും തന്നെ കഴിക്കാതിരിക്കാനായിട്ട് ആ ഒരു ശീലം എടുക്കാതെ ഇരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മാക്സിമം അത് ഇങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചെയ്യാവുന്നത് നല്ലതുപോലെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം കുടിക്കാനുള്ള മടിയാണ് ഇപ്പൊ കുട്ടികൾക്ക്. ഒന്നില്ലെങ്കിൽ ഷുഗറി ജ്യൂസ് മതി, കൊക്കക്കോള മതി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെള്ളം കുടിക്കാൻ വളരെയധികം മടി. നമ്മുടെ വായ അല്ലെങ്കിൽ മൗത്ത് എല്ലാം ഡ്രൈ ആയിട്ട് ഇരുന്നാൽ പോലും വെള്ളം കുടിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. അപ്പൊ ധാരാളം വെള്ളം കുടിക്കേണ്ടത് ഇതിനൊരു അത്യാവശ്യമാണ്. ഇത് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയും. അപ്പൊ ധാരാളം വെള്ളം കുടിക്കുക. നമ്മുടെ അതായത് നമ്മുടെ വെയിറ്റിന്റെ 20 കിലോന് 25 കിലോന് 1 ലിറ്റർ വെള്ളം എന്നാണ് കണക്ക്. അപ്പൊ 80 കിലോ ഉള്ള ആളാണെങ്കിൽ നിർബന്ധമായിട്ടും 3 ലിറ്ററിന് മീതെ വെള്ളം കുടിച്ചിരിക്കണം. അപ്പൊ വെള്ളം കൂടി ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാൻ മടി കാണിക്കുക. അതാണ് അടുത്തൊരു പ്രശ്നം. നമ്മൾ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാൻ റെഡി ആവുക. നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ അല്ലെങ്കിൽ ബ്ലഡിന്റെ അളവ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും, ഹൃദയത്തിന്റെ എന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെക്കപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ അത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. എന്തൊക്കെയാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എനിക്കുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഷുഗർ ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അത് നിർബന്ധമായും ചെയ്യുകയും റിപ്പീറ്റ് ചെയ്യുകയും വേണം. ഇനി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ഫാമിലിയിൽ നമുക്ക് ഒരു ഹെറിഡിറ്ററി ഉണ്ട്, ഹൃദയാഘാതത്തിന്റെ ഹെറിഡിറ്ററി ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെയാണ്, വയസ്സായിട്ടാണെങ്കിലും ഡെത്ത് ആയിരിക്കുന്നതെങ്കിൽ ആ ഒരു ടെൻഡൻസി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്, അർത്തിമിയ പോലുള്ള വേറെ പല കോംപ്ലിക്കേഷൻസും നമുക്ക് ഉണ്ടാകാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എന്തെങ്കിലും രീതിയിൽ ഞാൻ പ്രിവെൻഷൻ എടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയും തുടർന്ന് അതിനുവേണ്ടി ചെയ്യുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുകയും വേണം. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇതേപോലെ തന്നെ നമുക്കൊരു വേദന വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഹൃദയാഘാതത്തിന്റെ വേദന, എങ്ങനെയാണ് വരിക എന്ന് മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയുന്ന പോലെ തന്നെ നെഞ്ചത്ത് കൺസ്ട്രക്ഷൻ, അതായത് വലിഞ്ഞു മുറുകുന്ന ഒരവസ്ഥ, വേദന, നമുക്കൊരു കനം, നെഞ്ചിൽ കനം, പിന്നെ പടർന്നു വരുന്ന കയ്യിലോട്ട് വരുന്ന വേദനകൾ, കഴുത്ത്, പുറം, നെഞ്ച് എന്നിവ, ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എങ്ങനെയാണ് നമുക്ക് വേദന വരിക എന്നുള്ളത്. അതേപോലെ തന്നെ ഛർദ്ദിക്കാൻ വരിക, വയറിന്റെ അസ്വസ്ഥത, ക്ഷീണം, കിടക്കണമെന്ന തോന്നൽ, തലകറക്കം, ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ മെയിലില് പുരുഷന്മാരിൽ കൂടുതലായിട്ട് നെഞ്ചിലെ വേദന കാണിച്ചെങ്കിലും സ്ത്രീകളിൽ ഇതുപോലെ തന്നെ നെഞ്ചുവേദന ഇല്ലാതെയും ക്ഷീണവും തലകറക്കവും അസ്വസ്ഥതയും ഒരു എന്താ പറയുക കൺസ്ട്രക്ഷൻ, അതായത് പിടിച്ചു കെട്ടിയ ഒരു അവസ്ഥയും മാത്രമായിട്ടും കണ്ടുവരാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ് മനസ്സിലാക്കുന്നത്? നമുക്ക് എന്തൊരു അസ്വസ്ഥത തോന്നിയാലും നമുക്ക് ഡോക്ടറെ കാണിക്കണം. കാഷ്വാലിറ്റിയിലെങ്കിലും നിങ്ങൾ അത് കൊണ്ടുപോകണം. മനസ്സിലാക്കി, അതായത് ആദ്യത്തെ ഒരു പ്രോട്ടോകോൾ എന്താ, എങ്ങനെയായാലും അവർ പോയാൽ തന്നെ ECG എടുക്കും. ഈ ഒരു ECG അല്ലെങ്കിൽ എക്കോ എടുക്കുമ്പോൾ തന്നെ ഇത് ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ ഇത് ഹാർട്ടിന്റെ ബുദ്ധിമുട്ടാണോ എന്ന് അവർക്ക് വേർതിരിച്ചറിയാൻ കഴിയും. ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി വെറുതെ ടെൻഷൻ പിടിക്കാതെ, അതായത് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഗ്യാസ് കയറുമ്പോഴേക്കും ഇനി എനിക്ക് നെഞ്ചുവേദനയാണോ എന്ന് പറഞ്ഞ് പരാക്രമം കാണിക്കുന്ന ഒരവസ്ഥ. അത് ഉണ്ടാകേണ്ട ആവശ്യമില്ല. ആദ്യത്തിൽ അവർ അവിടെ കൊണ്ടുപോകുമ്പോൾ, കാഷ്വാലിറ്റിയിൽ പോകുമ്പോൾ അവർ ഇങ്ങനെയാണ്, ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ഗ്യാസിന്റെ ഗുളിക കഴിച്ചാൽ കറക്റ്റ് ആവും എന്ന് പറഞ്ഞ കേസുകളാണെങ്കിൽ നിർബന്ധമായും അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുകയും വരുത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ കാരണങ്ങളും അതേപോലെ തന്നെ ചെയ്യേണ്ട മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ വരാൻ പോകുന്ന, അതായത് ഭാവിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു അപകടം വരാൻ പോകുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്